ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷം ഇപ്പോഴാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സ്പോർട്സ് കാർ മേടിക്കാം. ഒരു അടിപ്പൻ ഒരു സ്പോർട്സ് കാർ ഇന്ന് മേടിക്കണം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറക്കാതെ തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ സ്പോർട്സ് കാറാണ് മേടിക്കാൻ പോണത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഷോറൂമിലുള്ള വണ്ടികളെല്ലാം പോലീസുകാർ വന്ന് എടുത്തുകൊണ്ട് പോയി. ഇനി നമുക്ക് ഒന്നേന്ന് തന്നെ പുതിയൊരു ഷോറൂം ഇടണം. എന്നിട്ട് നല്ല നല്ല ഫോറിൻ കാറും നല്ല ബൈക്കുകളെല്ലാം അവിടെ കൊണ്ടുപോയി വെക്കണം. എന്നാലേ നമ്മുടെ ഷോറൂം നല്ല പവറായിട്ട് ഇക്കത്തുള്ളൂ. അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്, ബെന്നീനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ബെന്നീൻ്റെ ഷോറൂമിൽ 2 സ്പോർട്സ് കാർ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയി ഏറ്റവും നല്ലത് നോക്കി തന്നെ നമ്മളിന്ന് മേടിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിഫൻഡർ എടുത്ത് നമ്മുടെ ഡിഫൻഡർ മോഡിഫൈ ഒക്കെ ചെയ്ത് നല്ല കിഡിലനാക്കി വെച്ചിട്ടുണ്ട്. അലൈവിയിലൊക്കെ കാണാം, നല്ല സെറ്റ് സാധനമാക്കി മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാർ കൊണ്ട് ബെന്നീൻ്റെ ഷോറൂമിൽ ഇട്ടിട്ട് വേണം നമുക്ക് അവിടുന്ന് സ്പോർട്സ് കാർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പോൾ ബെന്നി നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചേക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡിഫൻഡർ. അപ്പം നേരെ നമുക്ക് ആദ്യം ഷോറൂമിലേക്ക് പോകാം. അപ്പോൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ടോണി നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി 1-2 റോബറിയും കൂടി വന്നുണ്ട് നമ്മുടെ സിറ്റിയിലേക്ക്. ബാങ്കിൽ നിന്ന് നല്ലൊരു എമൗണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ഇവിടുത്തെ ബാങ്കിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയെങ്കിലും അടിച്ചു മാറ്റണം. എന്നാലേ നമുക്ക് ഇനി വന്ന അടിപ്പും വണ്ടിയൊക്കെ മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഷോറൂമിൻ്റെ പുറകിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിഫൻഡർ നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. എന്നിട്ട് താക്കോൽ നമ്മുടെ കൂട്ടുകാരൻ്റെ കൊടുക്കണം. അപ്പോൾ നേരെ നമുക്ക് ഷോറൂമിൻ്റെ അകത്തേക്ക് പോകാം. അപ്പോൾ പോലീസുകാർ ഇവിടെയൊക്കെ വമ്പൻ സീനായിട്ടിരിക്കുകയാണ്. നമ്മളെ സ്കെച്ചിട്ടൊക്കെ വെച്ചേക്കുകയാണ്. നമ്മൾ 1-2 റോബറിയൊക്കെ നമ്മുടെ ഫെയിലായി പോയി. അപ്പോൾ ഇനിയുള്ള റോബറിയൊക്കെ നമുക്ക് സെറ്റാക്കണം. ഇതാരാണ് നമ്മൾ പുറകിൽ നിന്ന് അടിച്ചത്? ആരാടാ? എവിടെ? അത് കണ്ടില്ല. ആരാണ്ട് നമ്മൾ പുറകിൽ നിന്നെന്തോ ഇടിച്ചതാണെന്നാണ് തോന്നുന്നത്. അത് വിട്ടേക്കാം, നമുക്കിപ്പോൾ കാറ് പോയി നോക്കാം. നമ്മൾ നേരെ ഷോറൂമിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. അവിടെ 2 കാറ് കിടക്കണുണ്ട്, ഒരു റെഡും ബ്ലൂവും. 2 നല്ല കിടിലൻ കാറാണ്, സെറ്റ് സാധനം. കണ്ടിട്ട് കുഴപ്പമില്ല, നമുക്കിനി ടെസ്റ്റ് ഡ്രൈവൊക്കെ അടിച്ച് നോക്കണം. പക്ഷെ ബ്ലൂ കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കേട്ടോ, നല്ല രസമുണ്ട് ബ്ലൂ ആണ്. റെഡും കുഴപ്പമില്ല, അലോയിലൊക്കെ നല്ല സെറ്റ് സാധനം, കുഴപ്പമില്ല. നമുക്കൊന്ന് റെഡൊന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കാം. നേരെ കാറിൻ്റെ അകത്തേക്ക് കയറാം. കാർ നല്ലതാണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ വേറെ വണ്ടി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ആദ്യം നമ്മുടെ ഷോറൂമിലേക്ക് ആദ്യമായിട്ടൊരു വണ്ടി ഇതിനകത്ത് ഏതെങ്കിലും നമുക്ക് കൊണ്ടുപോകാം. ഇത് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മളിത് എടുക്കത്തുള്ളൂ. റെഡ് കുഴപ്പമില്ല കേട്ടോ, ഓടിക്കാനൊന്നും വലിയ സീനില്ല. 2ഉം ഒരേ മോഡൽ തന്നെയാണ്, പക്ഷെ കുറച്ച് മോഡിഫൈ ചെയ്തത് കൂടുതലും ബ്ലൂവിലാണ്. നമുക്ക് ബ്ലൂ ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ബ്ലൂ പിന്നെ കാണാനും നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇതിൽ ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ റോഡ് ടു 2K സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലൂവും വിഷയമില്ല കേട്ടോ, നല്ല സെറ്റ് വണ്ടി, കുഴപ്പമില്ല. നമുക്കിപ്പോൾ നമ്മൾ തീരുമാനിച്ചേക്കണമെന്ന് വെച്ചാൽ ബ്ലൂ എടുക്കാമെന്നാണ്. നമുക്കപ്പോൾ മേളിൽ ചെന്ന് നമുക്ക് പേയ്മെൻ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂട്ടുകാരന് ഇവിടെ ബെന്നി ഇവിടെ ഇല്ല. അപ്പം മുകളിൽ സ്റ്റാഫ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഇതേപോലെ 2 നല്ല കിഡിലൻ ബൈക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അവൻ്റെ ഷോറൂമിൽ. കുഴപ്പമില്ല, കാണാൻ നല്ല രസമുണ്ട്. അത് നമുക്ക് ഫണ്ടൊക്കെ സെറ്റാക്കുമ്പോൾ പിന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ പേയ്മെൻറ്റിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അങ്ങനെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ആ ബ്ലൂ കാർ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടിടണം. ഷോറൂമിൻ്റെ പണിയൊന്നും ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ട് ഇത് പാർക്ക് ചെയ്തിടാം. അപ്പോൾ നമുക്കിത് നേരെ ഇത് ഓടിച്ചോ. ഇപ്പോൾ ഇവിടുന്ന് വീട് വരെ ചെല്ലുമ്പോൾ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ വണ്ടി ഓടിക്കുമ്പോൾ. കുഴപ്പമില്ല കേട്ടോ, നല്ല നല്ല രസമുണ്ട് വണ്ടിയൊക്കെ ഓടിക്കാനും. സെറ്റ് വണ്ടിയാണ്. നമുക്ക് ഇതിലൊക്കെ നമുക്ക് ഈ സിറ്റിയിലൊക്കെ ഓടിച്ചു പോകുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മുടെ ഡിഫൻഡർ അവിടെ ഉണ്ട്, പിന്നെ നമ്മുടെ ഫ്രണ്ടിൻ്റെ ഒരു ഹെലികോപ്റ്ററിൽ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, സീനില്ല, നല്ല നല്ല ബ്രേക്കിംഗ് ഒക്കെ നല്ല രീതിക്കുണ്ട്.
ഇത് നമുക്കിനി ഒന്നും കൂടി മോഡിഫൈ ചെയ്യണം. നമുക്ക് അലോയ് വീലൊക്കെ മാറ്റണം, കുറച്ച് നല്ല വമ്പൻ ഫണ്ടൊക്കെ പൊട്ടിച്ച് നല്ല രീതിക്ക് മോഡിഫൈ ഒക്കെ ചെയ്യണം ഈ വണ്ടിക്ക്. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ വീട്ടിൽ കൊണ്ട് ഇടാം. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മുടെ ചാനൽ 2K സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലത്തെ തന്നെ ഇനിയും നല്ല നല്ല കണ്ടന്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് നേരെ നമ്മുടെ വീടിൻ്റെ ഈ ബാക്കിൽ കൊണ്ടിടാം. അതാകുമ്പോൾ ആരും വലുതായിട്ട് സ്പോട്ട് ചെയ്യല. ഇവിടെയൊക്കെ നല്ല കള്ളന്മാരുണ്ട്, അപ്പോൾ അടിച്ചു മാറ്റാനൊക്കെ സുഖമാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനെ CCTV ക്യാമറയൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കാർ ഇവിടെ ഇടാം. കുറച്ചും കൂടി ഫണ്ട് കിട്ടാനുണ്ട്. നമുക്ക് 1-2 പേര് നമ്മൾക്ക് കൊട്ടേഷൻ്റെ പൈസയൊക്കെ തരാനുണ്ട്. അപ്പോൾ കാറ് എന്നിട്ട് വേണം നമുക്ക് ഫണ്ടൊക്കെ കിട്ടിയാൽ നമുക്ക് നല്ല സെറ്റായിട്ട് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് മാക്സിമം ഒരു 100 പോലീസിലും നമുക്ക് നല്ല കണക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ഒരു സാറ് നമ്മുടെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി നമ്മളോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ യാക്കൂസ ഗ്യാങ്ങിലെ കുറച്ച് മെമ്പേഴ്സൊക്കെ നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അവർ എന്തുദ്ദേശത്തിലാണ് നമ്മൾ സിറ്റിയിൽ വന്നേക്കണേന്നൊന്നും അറിയാൻ മേല. അപ്പോൾ അതൊക്കെ നമുക്ക് തിരക്കണം. അവന്മാരെന്തോ വമ്പൻ സീനായിട്ടാണ് നമ്മൾ സിറ്റിയിൽ വന്നേക്കണേന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മാക്സിമം നമുക്കൊരു ലൈക്ക് ചെയ്യുക. ഒരു 100 ലൈക്കെങ്കിലും മാക്സിമം നമുക്ക് സെറ്റാക്കി തരിക ഈ വീഡിയോയ്ക്ക്. നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് കിടന്നുറങ്ങണം. ഇന്നും ഫുൾ പണിയായിരുന്നു. അതേപോലെ ഷോറൂമിലൊക്കെ പോയി വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്നില്ല, കാരണം നല്ല ക്ഷീണമുണ്ട്. നമുക്ക് നേരെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക.